സോ ഹലോ ഗൈസ്, വെൽക്കം ടു സിനാക്സ് ഗെയിമർ ആൻഡ് വ്ളോഗർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിപ്പോൾ രണ്ടാമത്തെ റെക്കോർഡിംഗ് ആണ്. ഇന്നത്തെ മിനിറ്റ് ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കാണാമല്ലോ. ചേച്ചി കൂടെ വലുതാക്കി തരാം. പിന്നെ ഇപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ ഇപ്പോൾ ചേച്ചി കൂടെ അടുത്തേക്ക് വെച്ചിട്ട് ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കാണാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കാണാമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോയാണ്. ഇതിപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ റെക്കോർഡിംഗ് ആണ് ഇന്നത്തെ. പിന്നെ ഞാൻ ഇന്നിട്ട മറ്റേ വീഡിയോയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതൊരു വോയിസിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഡോർ പൂട്ടാൻ മറന്നുപോയി. അത് കാരണം നല്ലപോലെ ശബ്ദം വരുന്നുണ്ടായിരുന്നു. അതൊന്ന് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഇത് പറയാൻ വേണ്ടി അല്ല ഇത് ഇപ്പോൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാല റിയാക്ഷൻ. GTA 5 സൈക്കിളിൽ നീടി ഒരു ഫോൺ എടുത്തത് വീട്ടിൽ റിയൽ ലൈഫ് ഗൈസ്. നിങ്ങളത് കണ്ട GTA 5-ലാണെങ്കിൽ സൈക്കിൾ എടുത്ത് പറന്നു പോയി ഇടിക്കാൻ പറ്റും. പറന്ന് പോയി ഓരോരുത്തന്മാരെ ഇടിച്ച് ചമ്മന്തിപ്പരിവാക്കാൻ പറ്റും. ഇതങ്ങനെയല്ല, റിയൽ ലൈഫാണ്. എന്നിട്ട് ഇപ്പം മറ്റേ അത് റിയൽ ലൈഫ് GTA 5-ൽ സൈക്കിൾ കാര്യം വീഴില്ല. റിയൽ ലൈഫിൽ സൈക്കിൾ കാര്യം വീഴും, ആളും വീഴും. നമുക്ക് പോയാലോ? കൊള്ളാം, വെരി നൈസ്. റിയൽ ലൈഫ് അങ്ങനെ റിയൽ ലൈഫിൽ പക്ഷെ ATV ഉണ്ട്. ഈ റിയൽ ലൈഫിൽ വെള്ളത്തിന് മണ്ടക്കൂടെ പോവുമായിരുന്നെങ്കിൽ പിന്നെ ATV ബോട്ടായിട്ട് യൂസ് ചെയ്ത പോലെടി. അല്ല, അത് ഏറ്റവും ലാസ്റ്റ് നിന്നത് കണ്ടില്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ GTA 5 പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബൈക്ക് എടുത്താലും വെള്ളത്തിൽ പോവും, ATV എടുത്താലും വെള്ളത്തിൽ പോവും. ഇറങ്ങി വണ്ടിയെ ചവിട്ടി പൊട്ടിക്കുന്നു. ഓ പൊളി, ഉരുണ്ട് വന്നിട്ട് വെടി വയ്ക്കുന്നു. പൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ, പൊളിയാണോ? പൊളി. റിയൽ ലൈഫ് വെടിക്കോടി. അയ്യോ എൻ്റെ അമ്മച്ചി, എന്തോന്നടേ അത് മുടിഞ്ഞ വിറ്റ്. അതൊരു GTA 5-ലാണെങ്കിൽ അത് ഷൂട്ടിങ് ഗെയിം പോലത്തെ ഗെയിംസ് അല്ലേ, കറങ്ങി വന്നിട്ട് വെടി വയ്ക്കാം. ഇവ ഈ മറ്റേ റിവോൾവർ എടുത്തിട്ട് എന്നാ പറഞ്ഞ വെട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ടപ്പ് ചെയ്യുന്നത് അവൻ്റെ മണ്ടയ്ക്ക് വന്നൊരു വെടി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ആളിൻ്റെ മണ്ടക്കിട്ടാണ് കേട്ടോ അത് കൊണ്ടത്. നന്നായി. അത് ഒറ്റോട്ടം റിവോൾവർ. GTA 5 ഓൻ്റെ മോനെ. GTA 5 പലതും നടക്കും, അങ്ങനെയാണല്ലോ റിയൽ ലൈഫ്. ആളെന്തോ റേസിംഗ് ആണെന്ന് വിചാരിച്ച് പറന്ന് വന്നതായിരുന്നു. ആളുടെ പണി കഴിഞ്ഞു, പണ്ട് കാര്യമില്ല. ഓടി തീറ്റിയാണ് ആറായിട്ടാണ്. കൊള്ളാം, എടാ അങ്ങേരത് എങ്ങനെയാ ഓട്ടിക്കണേ? അങ്ങേരത് എങ്ങനെയാ ഓട്ടിക്കണ അങ്ങേരി? എൻ്റെ മോനെ അത് പൊളിയാട്ടാ. GTA 5-ൽ ഫിസിക്സ് ആണ്, കാറ്റടിച്ച പൊട്ടിക്കൊണ്ട് പോകും. റിയൽ ലൈഫിൽ പക്ഷേ ഇത് പൊട്ടണമില്ല. പൊട്ടേണ്ടതാണ്, ഏറെണ്ണം തടഞ്ഞു നിർത്തണമുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതെന്തരടി വേറെ എന്തൊക്കെയാണ് നടക്കണമെന്ന് തോന്നുന്നു. ഈ ലോകം മുഴുവൻ എനിക്കെതിരാണെന്ന് തോന്നുന്നു. കൊള്ളാം, GTA 5 എന്തായോ ഉണ്ട് മാസി. വണ്ടിയൊക്കെ റൈസ് ചെയ്ത് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് RPM മീറ്ററൊക്കെ കാണിച്ചിട്ട് വീലൊക്കെ അടിച്ച് പോകുന്നു.
കിട്ടിയാണ്. മാസമായിട്ട് ലാൻഡ് ചെയ്തുള്ളവൻ പുളി. ഈസ് എ പ്രോ പ്രൊഫഷണൽ പാർക്കർ. പുളി ബൈക്കുണ്ട്. സീൻ ഹെൽമറ്റൊക്കെ ഒരു റിയൽ ലൈഫ്. ഇവിടെ ഇത് എങ്ങനെയുണ്ട്? ഇത് എങ്ങനെയുണ്ട് ചെയ്യണം? നിങ്ങളത് കണ്ടാകെ അയ്യോ ലെവൻ താഴെ പോയേ. ഒന്ന് കണ്ടത് എൻ്റെ അമ്മോ ചിരിച്ച് ചൂപ്പാണ്. അയ്യോ നിങ്ങളെ കണ്ടല്ലേ എൻ്റെ അമ്മൂച്ചി, എൻ്റെ അമ്മൂ ചിരിച്ച് ചൂപ്പാണ്. അയ്യോ ചത്ത്. അടുത്ത് GTA 5. വെറുതെ ഒന്ന് തള്ളിയെന്നും പറഞ്ഞുകൊണ്ട് വണ്ടി ഒന്ന് ഇടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇടി. എൻ്റെ തടിയേ ഒൻ്റെ മോനെ ഇടി. ഓ റിയൽ ലൈഫ് എന്താവോ എന്തോ. അയ്യോ എൻ്റെ അമ്മച്ചി, ഇവരൊക്കെ വേറെ പണിയില്ലേ? എൻ്റെ അമ്മ എന്താണ് ഇപ്പൊ സംഭവിച്ചത്? മറ്റേ വണ്ടി റിവേഴ്സ് എടുത്ത് ഇവന്മാരൊരു ചെയിൻ പോലെ ആ വണ്ടിയിൽ പിടിച്ച് ഓരോരുത്തർ വേറെ ബാക്കായിട്ട് പിടിച്ചാണ് ഇപ്പൊ ബാക്കിലോട്ട് വന്നത്. നല്ല രസമുണ്ടായിരുന്നു സത്യം പറയാല്ലേ. അയ്യോ അത് കണ്ടിട്ട് ചിരിക്കാതിരിക്കാൻ പറ്റണില്ലടേ എൻ്റെ അമ്മോ. ചത്ത് സത്യം പറയല്ലേ. അയ്യോ ഇവനക്കിത് ഇങ്ങനെ സാധിക്കണേ. ചത്ത വയ്യ അവൻ്റെ മണ്ട ഇപ്പം അവിടെ ഇരിക്കും. അത്ര ഗോൾഫ് അവൻ്റെ വണ്ടി ഗോൾഫ് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ഇപ്പം ഇറങ്ങി ആ മറ്റേ ഫ്രണ്ടിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഒറ്റ ഇറങ്ങിയല്ലേ, അവൻ ആ വണ്ടിയുടെ ബ്രേക്ക് പിടിച്ചിടാൻ മറന്നു. ആ വണ്ടി ഇറക്കത്തിൽ നിന്ന് ഷൂ എന്ന് പറഞ്ഞൊരു പോയി അവിടെ ചെന്ന് ഇടിച്ച് വളഞ്ഞ് കഴിഞ്ഞ വണ്ടി. രാത്രിയിലാണ് TV. ഇവരൊക്കെ ഇത് എങ്ങനെ സാധിക്കണേ? ATV വന്ന് അവിടെ കൂടെ ചാടി കയറാൻ നോക്കിയതാണ്, ഇടിച്ച് അണ്ണം തെറിച്ചു പോയി. കൊള്ളാം, പൊളി. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, അത് കൊള്ളാം. സേഫ്റ്റി ഈസ് അവർ നമ്പർ 1 പ്രയോറിറ്റി. കൊള്ളാം, പൊളി. റിയൽ ലൈഫ് പറഞ്ഞു പറഞ്ഞു പോണു. വീഴുന്നു ഡ്യൂൽ ക്ലച്ചാ. ATV മറിഞ്ഞു വീഴുന്നല്ലേ. നീ ഇനി എങ്ങനെ പൊക്കൂന്ന് എനിക്കൊന്ന് കാണാം. ഒരു കിടുക്ക് വണ്ടിയുടെ ഇത് ഏത് വണ്ടി? Super. He's a professional guy. Pro. Drifting is pro. And the drifting is He's a pro. He's a pro.
എന്തിനാണെന്ന് എനിക്കറിയാം. അയ്യോ എൻ്റെ അമ്മച്ചി, നിങ്ങളത് കണ്ട അവൻ ഡ്രിഫ്റ്റാണ് ചെയ്യാൻ നോക്കി. എനിക്ക് തോന്നുന്നത് വീലിൻ്റെ ആക്സിലേക്ക് പിടിപ്പിച്ച നെട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്തില്ലായിരിക്കും. അല്ലെങ്കിൽ ഡ്രിഫ്റ്റിംഗ് വണ്ടി അല്ലാത്തതുകൊണ്ട് ടയറിൻ്റെ റമ്മ് വളഞ്ഞൊടിഞ്ഞ് തെറിച്ചതായിരിക്കും. ഓ മസിലെണ്ണ മസിൽ പോയി പോയി സൂപ്പർ. എനിക്ക് തോന്നുന്നു കാലൻ ഇന്ന് ലീവായിരുന്നു തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചിയുടെ മണ്ട പൊളിഞ്ഞാണ് സത്യം പറയുന്നത്. അതൊരു ടോയ് ചേച്ചി എന്റെ പുറകെ പോയി. എടേ ചില്ല് പൊട്ടിച്ച്. എടാ ഇതിനെന്തൊരു പറയല്ലേ, ഇപ്പൊ തറങ്ങാൻ കഴിയും. മിക്കവാറും തറ കിടക്കുമായിരിക്കും. എടേ ഉള്ള തല ചമ്മന്തി പരിവായ തോന്നുന്നു. അതേപടി സ്ട്രൈറ്റ് വന്നൊരു വീഴ. പൊളി സൂപ്പർ. തീരാളായിരുന്നു. ബൈക്ക് സൂപ്പർ. ഓഫ് റോഡ് ഓഫ് റോഡ് ഇതെന്തരാകുമെന്ന് എനിക്കറിയാം. എന്തരാകുമെന്ന് അണ്ണൻ വീലടിക്കാൻ ശ്രമിച്ചത്. ആക്സിലേറ്റർ കൊടുത്തപ്പം അണ്ണൻ വീഴുകയും ചെയ്ത്, വണ്ടി തെറിച്ച് പോവുകയും ചെയ്ത്, അപ്പുറത്ത് ഇരുന്നവൻ്റെ മണ്ടയ്ക്ക് വന്ന് വീഴുകയും ചെയ്തു. കൊള്ളാം സൂപ്പർ. ചപ്പം ആ അയ്യോ പൊളി ഞെങ്ങ ഗെയിമിലത് നടക്കില്ലേ. മറ്റേ എന്തരാകുന്നു നോക്കാം. മിക്കവാറും ഈ വണ്ടി ഇപ്പോൾ ഇവിടെ തന്നെ മറിയുന്നു. വായിക്കോ ഡ്രിഫ്റ്റ്. മറിഞ്ഞു ഞാൻ പറഞ്ഞ ഈ വണ്ടി മിക്കവാറും ഇവിടെ തന്നെ മറിയുന്നു. വണ്ടിയുടെ സൂപ്പാട് വന്നു. ഡേഞ്ചർ സോൺ. ബൈക്ക് സൈക്കിളല്ല. ബൈക്കോ സൈക്കിളാണ്. ബൈക്കല്ലേ എനിക്ക് സൈക്കിൾ പോലെ തോന്നി. അല്ലടാ സൈക്കിൾ തന്നെ. ഇതെന്തരാവുന്ന എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? സൈക്കിള് പ്രോ റൈഡർ നൂബ് നന്നായി. ഓ കൊരങ്ങച്ചൻ ഇരുന്ന് ആർക്കളി. കൊള്ളാം നൈസ്. എനിക്ക് തോന്നണ് അവൻ്റെ ബാഹ്യത്തിന് എന്തരമാണ്. നിങ്ങൾ ആ മഞ്ഞുമ്മൽ സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയിൽ മറ്റവൻ്റെ ഇടയിൽ നിന്നതുകൊണ്ടാണ് മറ്റവർക്ക് കിട്ടിയത്. അതേപോലെ തന്നെയാണ് ഇവിടെ കാറിൻ്റെ വേർഷൻ എന്നേ ഉള്ളൂ. പകുതിയിൽ നിന്നതുകൊണ്ട്, പകുതി അല്ലല്ലേ, അതൊരു കാലിയായിട്ടുള്ളൂ. കാലിൽ വണ്ടി നിന്നതുകൊണ്ട് ലെവനും രക്ഷപ്പെട്ട് വണ്ടിയും രക്ഷപ്പെട്ടു. അപ്പം താഴെ പോയിരുന്നെങ്കിൽ ലെവൻ്റെ പൊടി പോലും കിട്ടില്ല. കാറിൻ്റെ പൊടി കിട്ടുമായിരിക്കും, ലെവൻ്റെ പൊടി കിട്ടില്ല. എന്തോ ഇപ്പൊ മൊത്തത്തിൽ
5-6 പേരുണ്ടെന്ന്. സൂപ്പർ. ഓക്കെ ഗൈസ്, വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ ഗൈസ് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇന്നത്തെ 2ാമത്തെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ എല്ലാം ചെയ്യും. അപ്പോൾ എല്ലാം പറഞ്ഞോളാം. ടാറ്റ, ബൈ ബൈ. ഇത് 16 മിനിറ്റത്തെ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റ.